നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ചൈന പുതുവത്സര ആഘോഷങ്ങളിലേക്ക് തിരിഞ്ഞത് ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിൽ മ്ലാനത പരത്തി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഇറക്കുമതി നടത്തുന്ന ബെയ്ജിങ്ങിൽ നിന്നുള്ള വ്യവസായികളുടെ അഭാവം റെഡി അവധി വ്യാപാര കേന്ദ്രങ്ങളെ നിർജ്ജീവമാക്കി. ബാങ്കോക്കിൽ ഷീറ്റ് വില വാരാന്ത്യത്തിലെ 214 രൂപയിൽ സ്റ്റഡിയാണ്. കൊച്ചിയിൽ 4 ഗ്രേഡ് റബ്ബർ കിലോ 213 രൂപയിലും 5 ഗ്രേഡ് 210 രൂപയിലും നിലകൊണ്ടു. കുരുമുളക് വിളവെടുപ്പ് തുടങ്ങി, വില കുതിച്ചുയരുമെന്ന് പ്രതീക്ഷ. ഏലത്തിന് നേട്ടം. സംസ്ഥാനത്ത് കുരുമുളക് വിളവെടുപ്പിൻ്റെ ആദ്യ റൗണ്ട് പല ഭാഗങ്ങളിലും പൂർത്തിയാക്കി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിളവ് ഗണ്യമായി ചുരുങ്ങിയതിനാൽ പതിവിലും നേരത്തെ വിളവെടുപ്പും മുളക് സംസ്കരണവും നടക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. സാധാരണ സീസൺ ആരംഭത്തിൽ ചെറുകിട വിപണികളിൽ പുതിയ ചരക്ക് വിൽപ്പന നടത്താൻ കർഷകർ തിടുക്കം കാണിക്കാറുണ്ട്. എന്നാൽ ഇക്കുറി അത്തരം ഒരു നീക്കം പല ഭാഗങ്ങളിലും ദൃശ്യമായില്ല. നാടൻ കുരുമുളകിന് വിപണികളിൽ നിലനിൽക്കുന്ന ദൗർലഭ്യം ഉയർന്ന വിലയ്ക്ക് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് പലരും. അതേസമയം ഉത്തരേന്ത്യൻ വ്യവസായികൾ കാർഷിക മേഖലകളിൽ ഏജന്റുമാരെ ഇറക്കി ലഭ്യത ഉറപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. കൊച്ചിയിൽ അൺകാർബിൾഡ് മുളക് കിലോ 706 രൂപയിൽ വ്യാപാരം നടന്നു. ഏലയ്ക്ക സംഭരണത്തിന് അന്തർ സംസ്ഥാന ഇടപാടുകാരും കയറ്റുമതിക്കാരും ലേല കേന്ദ്രങ്ങളിൽ ഒരുപോലെ മത്സരിച്ചു. വാരാന്ത്യം 2 ലേലങ്ങളിലായി 1.5 ലക്ഷം കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്ക് എത്തിയതിൽ ഏറിയ പങ്കും ഇടപാടുകാർ സംഭരിച്ചു. ഹൈറേഞ്ചിൽ താപനില ഉയരുന്നതിനാൽ ഒട്ടുമിക്ക തോട്ടങ്ങളും വരൾച്ചയെ അഭിമുഖീകരിക്കുന്നു. ഇതിനിടയിൽ ന്യൂനമർദ്ദ ഫലമായി പല ഭാഗങ്ങളിലും അടുത്ത 2 ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത തെളിയുന്നത് കാർഷിക മേഖലയ്ക്ക് ആശ്വാസം പകരും. ഇന്നത്തെ ലേലത്തിന് എത്തിയ 83,141 കിലോ ചരക്കിൽ 76,815 കിലോയും വാങ്ങലുകാർ ശേഖരിച്ചു. മികച്ച ഇനങ്ങൾ കിലോ 2,865 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,429 രൂപയിലുമാണ്. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.